വേറൊരു വിഷയം, നമ്മൾ മൊത്തം ഈ പവലിയൻ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ സ്റ്റാളുകൾ ഉള്ളത് മിസ്ർ പബ്ലിക്കേഷൻസ് ആണ്, ഈജിപ്ഷ്യൻ ആണ് എന്നുള്ളത്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ തന്നെ ഇവിടെ ശേഖരത്തിലുണ്ട്. 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് പേപ്പറാണ് മാത്ത നെഹ്റു എന്ന് പറയുന്ന തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ 5-ാമത്തെ ദിവസമാണ്. സുപ്രഭാതം അതിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നുള്ള പവലിയനെ സന്ദർശിച്ച് വരുമ്പോൾ ഈജിപ്തിൻ്റെ പ്രിയപ്പെട്ട മിസ്രികളുടെ ഈ പവലിയൻ കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണിതിൽ ഉടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് സ്റ്റേഡിയം കോർണറിലൂടെ നടക്കുന്നൊരു പ്രതീതിയാണ് ഉണ്ടായിട്ടുള്ളത്. പുസ്തകങ്ങൾ കിലോ കണക്കിന് ചാക്ക് കണക്കിന് കെട്ടിക്കൊടുക്കുന്ന ആ ചിത്രം എന്നതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എന്നല്ല ചില ദൃശ്യങ്ങൾ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് കാണിക്കാം. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ തന്നെ ഇവിടെ ശേഖരത്തിലുണ്ട്. അത് തൂക്കിയിട്ട് അതിൻ്റെ വാല്യൂ നിശ്ചയിച്ചു കൊണ്ടാണ് വിൽപ്പന നടത്തുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പഴയ ഈജിപ്തിലെ ഒരു പത്രമാണ്. ഈ പത്രത്തിൻ്റെ തലക്കെട്ട് മാത്ത നെഹ്റു, നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിര്യാണത്തെ സംബന്ധിച്ച് വളരെ ഗൗരവത്തിൽ 1-ാം പേജിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് പേപ്പറാണ് മാത്ത നെഹ്റു എന്ന് പറയുന്ന തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏകദേശം 65 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ അന്ന് വളരെ വിഖ്യാതമായി അതിൻ്റെ ചേരിചേരാ നയം രാഷ്ട്രീയ സിദ്ധാന്തമായി കൊണ്ടു നടക്കുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഈജിപ്ത് ഇന്ത്യയുടെ വളരെ വലിയ ഒരു മിത്രമായിരുന്നു. ഗമാൽ അബ്ദുൽ നാസറിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ള ആ ഇന്ത്യയുടെ സുവർണ രാഷ്ട്രീയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ തലക്കെട്ട് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. ഇത് നടത്തുന്നതിൻ്റെ ഓണർ ഇതേ സംബന്ധിച്ച് അല്പം സംസാരിക്കുന്നു. مساء الخير، أنا محمد صادق من مصر. بعمل معرض هنا كل ما هو قديم، مجازين، كتب، كل حاجة. هنا بالنسبة للهند هي حضارة عظيمة، عندنا حاجات عن الهند من زمان. تأثرنا بالسينما مع أميتاب باتشان، عندنا أفيشات سينما. تأثرنا بالسياسيين الكبار وتاريخ الهند القديم. تأثرنا بالثقافة الهندية، كان في مجلة اسمها الثقافة الهندية بتنزل عندنا. كان في مجلة اسمها صوت الشرق تنزل عندنا باللغة العربية. ففي إحنا عندنا حاجات، كتب قديمة، مجلات قديمة تحكي عن تاريخ الهند العظيم في خلال 100 عام، من مجلة، جورنال، كتاب، صورة. تقريبا 100 عام. 100 صورة، قرن. مجلات، كتاب، جورنال. تمام. ده جورنال، കിതാബ്. അതായത് ഇവരടുത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 100 വർഷത്തെ മജല്ലകൾ, സൂറകൾ, അതുപോലെ കുത്തുബുകൾ എല്ലാം ഇവരെ ശേഖരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതിനിവർ നമുക്ക് ആദ്യം എക്സാമ്പിളായി എടുത്തു തന്നതാണ് നെഹ്റുവിൻ്റെ നെഹ്റു സൗത്ത് ഷർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. ഇതെല്ലാം അറബിയിലാണ് ഇന്ത്യയുടെ സംസ്കാരങ്ങളും മറ്റും വിശേഷിപ്പിക്കുന്നത്. هذه الافلام في منها يوجد هندي تحت. موجود عندي هندي بس لسه 17 يعني. ده شابل مثلا. انت فاهم؟ ما اعرفش ان انت جاي فما طلعتش، لكن لو بعد كده عندي اعمال هنديه قديمه سينما. ഇതുപോലെ ഇതിപ്പോ ചാർലി ചാപ്ലിന്റെ ഫിലിമിനെ കുറിച്ചാണ്. ഇതുപോലെ ഇന്ത്യൻ ഫിലിമിന്റെ പോസ്റ്ററുകളുടെ ശേഖരം വരെ ഇവരെടുത്തു. വളരെ കൗതുകമുള്ള ഒരു കാര്യം, പെട്ടെന്ന് വന്നുകൊണ്ട് അവരെ പെട്ടിന്ന് എടുത്തിട്ടൊന്നുമില്ല. صديق عيد الجمهورية الهندية. Independence Day of. ده عدد خاص وطني، عيد الوطني. عارف عيد الوطني؟ ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് കൂടി വളരെ واو 70 عاما 55 منذ 70 عاما 70 عاما 75 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഈജിപ്ഷ്യൻ പീരിയോഡിക്കലാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഒരു കൗതുകം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈദുൽ ജംഹൂരിയത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ അതത് ഖാസ് സ്പെഷ്യൽ പതിപ്പായി പുറത്തിറക്കിയ 75 കൊല്ലം മുമ്പുള്ള ഒരു ഈജിപ്ഷ്യൻ മാഗസിനാണിത്. ഇതിൻ്റെ വലിയ ഒരു കൗതുകം, ഇതിൻ്റെ കവർ ഫോട്ടോ തന്നെ വരുന്നത് നേരത്തെ നമ്മൾ നെഹ്റുവിനെ കാണിച്ചതുപോലെ മഹാത്മാ ഗാന്ധിയാണ്. ഇന്ത്യയും അറബ് ലോകവും വിശേഷിച്ച് ഈജിപ്തും തമ്മിലുള്ള വളരെ ഗാഢമായ ബന്ധത്തെ കുറിക്കുന്ന സ്റ്റാളാണിത്. അത്തരം ഒരുപാട് രേഖകൾ സൂക്ഷിച്ച പവലിയനാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപടത്തിന്റെ ഒരു ഭാഗം. തീർച്ചയായിട്ടും ഇന്ത്യയിലെ കേരളത്തിന്റെ ആന ഇതിൽ കാണാം. താജ്മഹൽ ഉണ്ട്, അല്ലെങ്കിൽ ഇത് അജ്മീർ ദർഗയാണ് എന്നാണ് തോന്നുന്നത്. അജ്മീർ ദർഗയാണ്. അതേപോലുള്ള രേഖകളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള കൃഷിയെ കാണിക്കുന്നു. ഗാന്ധിജിയെ കാണിച്ചതുപോലെ ഇന്ത്യയുടെ
ഗ്രാമീണ ജീവിതത്തിൻ്റെ ചിത്രങ്ങൾ കൂടി ഇതിലുണ്ട്. 75 കൊല്ലം മുമ്പുള്ളതാണിത് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു കൗതുകം. ഹദാ കിതാബ് അറസ്തലീസ്. അയ്വ അരിസ്റ്റോട്ടിലിൻ്റെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് യവന തത്വചിന്തയുടെ വലിയ ആചാര്യനായിരുന്ന അരിസ്റ്റോട്ടിൽ, ദാർശനികതയുടെ പിതാവായ അരിസ്റ്റോട്ടിൽ, അദ്ദേഹത്തിൻ്റെ ആകെ കൃതികൾ അത് സമാഹരിച്ചുകൊണ്ട് അതിനെ അറബിയിലേക്ക് ഇസ്ഹാഖ് ബിൻ ഹുനൈൻ തർജ്ജമ ചെയ്ത വളരെ വാല്യബിളായ, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടാത്ത, അവൈലബിൾ അല്ല, അക്കാഡമിയയിൽ പോലും ഒരുപക്ഷെ അവൈലബിൾ അല്ലാത്ത ഗ്രന്ഥം എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അത്രയും നല്ലൊരു ശേഖരമാണ് ഉള്ളത്. ഏകദേശം 300 ദിർഹമാണ് ഇതിൻ്റെ വില. പക്ഷേ അതിനേക്കാൾ വില മതിക്കുന്ന വളരെ വാല്യബിളായ ഒരു പുസ്തകമാണ്. അതേപോലെ ധാരാളം പുസ്തകങ്ങൾ. عشان الناس تبقى عارفه ده كتابين، اول وثاني. اول وثاني. ليس كتاب واحد. طبعتين يعني في 300 جزئين. كله 300. 1 2 كله 300 جزئين. അതേപോലെ ഗസാലി ഇമാം ഗസാലി റഹിമഹുല്ലയുടെ വളരെ പ്രശസ്തമായ ലോക ക്ലാസിക്കിൽപ്പെട്ട ഒരു കിതാബാണ് കിതാബ് തഹാഫുത്ത്, അതായത് തഹാഫത്തുൽ ഫലാസിഫ. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ പഴയ ഗ്രീക്ക് തത്വചിന്തകന്മാരെ റദ്ദ് ചെയ്ത് തൗഹീദിൻ്റെ അടിസ്ഥാനത്തെ സ്ഥാപിക്കുന്ന, അതിൻ്റെ തത്വം പറയുന്ന കിതാബാണിത്. ഇതും വളരെ അതിൻ്റെ പഴയ മൂലത്തിൽ തന്നെ ഇതാണ് കിതാബ് തഹാഫുത്ത്. അതിൻ്റെ കൂടെ അതിൻ്റെ മറ്റു വിശദീകരണങ്ങളൊക്കെ ഉൾച്ചേർത്തിയിട്ടുള്ള കിതാബാണിത്. ഇത് ഏകദേശം ഇന്ന് അവൈലബിൾ ആണെങ്കിലും ഇതിൻ്റെ വളരെ പഴയൊരു കോപ്പി എന്നുള്ള നിലക്ക്, വളരെ വേർഷൻ എന്നുള്ള നിലക്ക് വളരെ കൗതുകമുള്ളൊരു കിതാബാണ്. ധാരാളം ഇത്തരം ഗ്രന്ഥങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയാണ് ഈജിപ്ത്, ഈ മിസ്ർ പുസ്തകശാലയിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ വേറൊരു വിഷയം, നമ്മൾ മൊത്തം ഈ പവലിയൻ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ സ്റ്റാളുകൾ ഉള്ളത് മിസ്ർ പബ്ലിക്കേഷൻസ് ആണ്, ഈജിപ്ഷ്യൻ ആണ് എന്നുള്ളത്. في مصر في معرض القاهرة للكتاب ويقام في آخر شهر يناير من كل عام. معرض القاهرة للكتاب مصر ايجيبت. اكسبيشن معرض كبير جدا. انا شفته بعد مره. وهو يتعلم في مصر ما شاء الله في الازهر، جامع الازهر. انا تربية الازهر، كان عندي محل زمان صغير عند الجامع الازهر، عند الازهري. كان ياتي اصدقائنا من برا مصر، من كل دول، حتى من افريقيا، من الهند، من كل مكان تقريبا يتعلمون. 125. برافو. وفي سكن لكم هناك، البحوث الاسلاميه، مكان بيقعدوا فيه الطلبه، بسموهم المغتربين اللي بياتوا من برا مصر وبيمشوا هم ماشيين. هل الاصدقاء في كيرلا الازهري؟ لكم شركاء يعني صديقين من كيرلا؟ من ايوه طبعا كثير بيجوا لنا هناك، كانوا يتعلمون الفقه والحديث والتفسير والبلاغه. كانوا يجي يدرسونا في الازهر وهم ماشيين الى الهند، خلصوا دراسه يشتري مني كل الكتب الدراسيه الازهر، الفقه والحديث، يشتري مني فلوس. لماذا؟ عشان يروح البلد يعلم الاطفال الصغيرين ما تعلمه في مصر. شكرا جزيلا. الله يشكرك، الله يخليك، مع السلامه، الله يبارك لك. مبسوط.